കെ.പി. കേശവമേനോൻ 1886 to 1978. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാകുന്നു കെ.പി. കേശവമേനോൻ. മാത്രമല്ല പാലക്കാട് മഹാരാജാവിന്റെ ഗ്രാൻഡ്സൺ കൂടിയാകുന്നു കെ.പി. കേശവമേനോൻ. കെ.പി. കേശവമേനോന്റെ ആത്മകഥയുടെ പേരാകുന്നു കഴിഞ്ഞ കാലം. തുഞ്ചൻ മെമ്മോറിയലിന്റെ ആദ്യത്തെ ചെയർമാനും മലബാർ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറിയുമായിരുന്നു കെ.പി. കേശവമേനോൻ. 1923 മാതൃഭൂമി എന്ന പ്രസിദ്ധീകരണം കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയും പിന്നീട് 1930 ഏപ്രിൽ 6 മാതൃഭൂമി ദിനപത്രമായി മാറുകയും ചെയ്തു. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് പാലക്കാടായിരുന്നു. ആ സമയത്ത് പാലക്കാട് വെച്ച് ഇന്ത്യക്ക് ഒരു സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് കെ.പി. കേശവമേനോൻ ആയിരുന്നു. കെ.പി. കേശവമേനോന്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു ബിലാത്തി വിശേഷം, നവഭാരത ശില്പികൾ, ഭൂതവും ഭാവിയും എന്നിവ കെ.പി. കേശവമേനോന്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു. എം.സി. ജോസഫ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് 3 ഫാക്റ്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തേത് യുക്തിവാദികളുടെ പോപ്പ് എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു എം.സി. ജോസഫ്. എം.സി. ജോസഫിന്റെ പ്രധാനപ്പെട്ട മാഗസീനാകുന്നു യുക്തിവാദി. യുക്തിവാദി മാഗസീനിലെ കുറിപ്പുകൾ എന്ന കോളം എം.സി. ജോസഫിൻ്റേതാകുന്നു. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനാകുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1888 ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ് മലയാള മനോരമ ആരംഭിക്കുന്നത്. ഇതേ വർഷം തന്നെ 1888 മാർച്ച് 22 മലയാള മനോരമ ഒരു പ്രസിദ്ധീകരണമായി മാറുന്നത്. അത് കോട്ടയത്ത് നിന്നാകുന്നു. 1888 മാർച്ച് 22 കോട്ടയത്ത് നിന്ന് ഒരു പ്രസിദ്ധീകരണമായി പിന്നീട് മലയാള മനോരമ ആരംഭിച്ചു. അതിനുശേഷം 1928 ജൂലൈ 2 മലയാള മനോരമ ദിനപത്രമായി മാറി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പ്രസിദ്ധമായ ഒരു നാടകമാകുന്നു കലഹിനി ബമനകം. അന്നത്തെ കേരളമിത്രം പത്രത്തിന്റെ എഡിറ്റർ കൂടിയായും കണ്ടത്തിൽ വർഗീസ് മാപ്പിള ജോലി ചെയ്തിട്ടുണ്ട്. വാടപ്പുറം പി.കെ. ബാവ. കേരള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവാകുന്നു വാടപ്പുറം പി.കെ. ബാവ. കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയാകുന്നു വാടപ്പുറം പി.കെ. ബാവ. തൊഴിലാളി എന്ന വാരിക വാടപ്പുറം പി.കെ. ബാവയുടേതാകുന്നു. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ 1922 ആരംഭിച്ചതും വാടപ്പുറം പി.കെ. ബാവയാകുന്നു. കെ.പി. വള്ളോൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫാക്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഹരിജൻ, അധംകൃതർ എന്നീ മാസികകൾ കെ.പി. വള്ളോന്റേതാകുന്നു. അതുപോലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കൂടിയുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായി സംബന്ധിച്ചും നമുക്ക് ഒരു ഫാക്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ഉത്തരതാരക എന്ന ചെറുവാരിക കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേതാകുന്നു.